Praise the Lord. Hallelujah. നമുക്ക് ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മുടെ മൈക്കെല്ലാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാലോ. ഹല്ലേലൂയ, 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 ഈ അനുഗ്രഹത്തിന്റെ ദൈവാനുഗ്രഹത്തിന്റെ രാത്രിയായിട്ട് മാറും. ആരാധന 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിശ്വ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 20, 22, 23 വചനങ്ങൾ. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. നമ്മുടെ കർത്താവായ സഹായിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനത്തിലൂടെ കടന്നുപോയി. വിവിധങ്ങളായ വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിച്ചു. പരിശുദ്ധാത്മാവ് ആരാണെന്ന് കണ്ടു, അഭിഷേകം എന്താണെന്ന് നമ്മൾ കണ്ടു, പെന്തക്കോസ്ത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചതെപ്പോഴാണ്? ഈ ആത്മാവ് ഒരിക്കൽ നൽകിയാൽ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. എന്നാൽ ആത്മാവിന്റെ പ്രവർത്തനം പലപ്പോഴും നമ്മളിൽ കാണുന്നില്ലാത്തതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി. എങ്ങനെയാണ് ദൈവത്തിന്റെ ഹിതം നമ്മൾ അന്വേഷിക്കുന്നത്? ഈ മേഖലകളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. ഇന്ന് നമ്മുടെ ജീവിതാനുഗ്രഹത്തിന്, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് തടസ്സമായി നിൽക്കുന്ന വെറുപ്പിന്റെ മേഖല, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകള്, അഹങ്കാരത്തിന്റെ മേഖല, വിനയമില്ലാത്ത അവസ്ഥകള്, ഇതൊരു ദാസീദാസന്റെ മനോഭാവമില്ലാത്ത അവസ്ഥകള്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. പിന്നീട് സജി ബ്രദറിലൂടെയൊക്കെ നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് ആ മകന്റെ ജീവിതത്തിൽ എത്ര ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ട് ദൈവം പ്രവർത്തിക്കുന്ന മേഖലകളൊക്കെ നമ്മൾ ധ്യാനിച്ചു. ദൈവം പരിശുദ്ധാത്മാവിന്റെ കൃപ അധ്വാനിക്കുകയാണ്. ഞാനല്ല, എന്നിലെ ദൈവകൃപയാണ് അധ്വാനിക്കുന്നത് എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. നമ്മൾ ആരുമല്ല. ഞാൻ ജോർജ് ബ്രദറിനോട് പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ എനിക്ക് പലപ്പോഴും അസ്വസ്ഥത തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെ നമ്മളെപ്പോഴും നന്ദി പറയുക, വെൽക്കം പറയുക, നമുക്കൊരു ഇമ്പോർട്ടൻസ്, നമുക്ക് അങ്ങനെ ഇല്ല. ഇത് ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ബ്രദറിനോട് പറഞ്ഞു, അത് ദൈവമല്ലേ പ്രവർത്തിക്കുന്നത്, എല്ലാ മഹത്വവും ഈശോയ്ക്കല്ലേ. വെൽക്കം ചെയ്യുന്ന, അത്യാവശ്യമൊക്കെ പരിചയപ്പെടുത്തുന്നതൊക്കെ നല്ലതാണ്, അത് നല്ലതാണ്, അതിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് എല്ലാ മഹത്വവും ദൈവം. കാരണം എന്താ? നമ്മൾ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ്. നമ്മൾ ആരുമല്ല. ഞാൻ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ കഴിവല്ല, ഇത് ഈശോ തന്ന കഴിവ്. ഈശോയാണ്, പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്യുന്നത്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നു. ഐ ക്യാൻ ഡു എവറിത്തിങ് വിത്ത് ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. സെന്റ് പോൾ സേസ് ദാറ്റ് ഇൻ ഫിലിപ്പീൻസ് ചാപ്റ്റർ 4:13. അപ്പൊ എല്ലാം ദൈവമാണ്, ദൈവത്തിന്റെ കൃപയാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന മേഖലകളുണ്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ വളരാൻ, ഒരു വിശുദ്ധനായി മാറാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. വി ആർ കോൾഡ് ടു ബി സെയിന്റ്സ്. നമ്മൾ അതിനെയുള്ള വിളിയാണ്. അതല്ലേ പൗലോസ്ലീഹ അഡ്രസ് ചെയ്യുമ്പോ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ ലേഖനം. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിളിയിൽ ഒന്നാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ദൈവം ഓരോ വ്യക്തിയെയും സൃഷ്ടിച്ചത് കേവലം നിലനിൽക്കാൻ വേണ്ടിയല്ല, മറിച്ച് താനുമായി കൂട്ടായ്മയിൽ ജീവിക്കാനും അവനെ സ്നേഹിക്കാനും വിശുദ്ധനാകാനും വേണ്ടിയാണ്. വിശുദ്ധി നമ്മൾ ഓർക്കും ഇത് പുരോഹിതന്മാർക്കുള്ളതാ, അല്ലെങ്കിൽ കന്യാസ്ത്രീകൾക്കുള്ളതാ, മിഷണറിമാർക്കുള്ളതാ, മെത്രാന്മാർക്കുള്ളതാ. അവർ തെറ്റ് ചെയ്യുമ്പോഴത്തേനും, അവരുടെ ഭാഗത്തൊരു വീഴ്ച വരുമ്പോഴത്തേനും നമ്മളതൊരു വലിയ സംഭവമാക്കി മാറ്റുകയാണ്. അവരും നമ്മളെ പോലെ മനുഷ്യർ തന്നെയാണ്.
ബലഹീനരായ മനുഷ്യരുണ്ട്, പലപ്പോഴും ബലഹീനത ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങളാണ്. നമ്മൾ ഒരു ശരീരത്തിലെ ഒരു അവയവം വേദനിക്കുമ്പോൾ മറ്റു ശരീര ഭാഗങ്ങൾ വേദനിക്കുന്നത് പോലെ വേദനിക്കാനും പ്രാർത്ഥിക്കാനും ചേർത്ത് പിടിക്കാനും പറ്റണം. കാരണം നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. അല്ലെങ്കിൽ നമുക്ക് നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ യേശുവിന്റെ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പൊ അല്ലാതെ നമുക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റും? എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് പറയുക. കാരണം നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാപബന്ധനങ്ങളിൽ പെട്ടുപോകുന്നവരാണ്. എന്നാൽ വിളി വിശുദ്ധിയിലേക്കാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു മാറ്റി ആരാണ്ട് കണ്ണിലെ കരടെടുത്തു മാറ്റാൻ. അപ്പോ കുടുംബജീവിതത്തിലും ബന്ധങ്ങളിലും ശുശ്രൂഷയിലും ജോലിയിലും ദൈനംദിനമായ പോരാട്ടങ്ങളിലും ദൈവം തന്റെ മക്കളെ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് വിളിക്കുന്നു. അതൊരു ഉന്നതമായ വിളിയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് ലേവ്യരുടെ പുസ്തകത്തിൽ, വിശുദ്ധരായിരിക്കുവിൻ, കാരണം ഞാൻ വിശുദ്ധനാണ്. കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധരായിരിക്കണം. അതുപോലെ 1 പത്രോസ് 1:15-16, നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളുടെ എല്ലാ പെരുമാറ്റങ്ങളും നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും നിങ്ങൾ വിശുദ്ധരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിളി. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വിശുദ്ധിയിൽ വളരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഞാൻ പിതാവിനോട്, യോഹന്നാന്റെ സുവിശേഷം 14:16, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഹോളി സ്പിരിറ്റ് വിൽ കണക്ട് us with Father, Abba Father. നമ്മുടെ ജീവിതത്തിൽ അല്ല, യേശുവാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. യേശു ക്രിസ്തുവാണ്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ ഒരു ക്ലാസ് തന്നെ അങ്ങനെ എടുക്കേണ്ടതുണ്ട്. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 16:7 പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. ആരയക്കുന്ന? യേശുവാണ് അയക്കുന്നത്. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ആരാ നമ്മളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത്? പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ 16:13 മുതലുള്ള വചനങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോ സ്വമേധയായിരിക്കുകയല്ല അവൻ സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ദൈവം അങ്ങനെ ഈശോ നമ്മൾ പറയാണ്, പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ അറിയണം. പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച് ജീവിതാന്ത്യം വരെ ഈ ലോക ജീവിതത്തിൽ ആത്മാവിൽ നിറഞ്ഞ് ഓരോ ദിവസവും 24/7 അതിനൊരു ഇടതടവില്ല. നമ്മുടെ ജീവിതം മുഴുവനും നിറയണം പരിശുദ്ധാത്മാവിൽ, നിറഞ്ഞു ജീവിക്കണം. അതാണ് അപ്പോസ്തലന്മാർക്ക് ലഭിച്ചത്. പെന്തക്കോസ്ത് നാളില് നമ്മൾ കണ്ടു. അവർക്കുണ്ടായിരുന്ന ജീവിത പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ ഭയന്നിരുന്നു, കതകടച്ചിരുന്നു, അവർക്ക് ധൈര്യമില്ലായിരുന്നു. അങ്ങനെയുണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവരുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥ നമ്മൾ കണ്ടതാണ്. വചന ധ്യാനത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ധ്യാനിച്ചതാണ്. വീണ്ടും നമ്മൾ കേട്ട വചനം എന്താ? യോഹന്നാന്റെ സുവിശേഷം 20:22 നമ്മൾ കണ്ടത്. അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ബൈബിളില് 2 പ്രാവശ്യമാണ് ദൈവം മനുഷ്യരുടെ മേൽ വിശ്വസിക്കുന്നത്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ആദത്തെ ദൈവം മെനഞ്ഞിട്ട് സൃഷ്ടിയാക്കി രൂപപ്പെടുത്തിയിട്ട് അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അവൻ ജീവശ്വാസം നൽകി. അത് ജീവനുണ്ടാകാൻ വേണ്ടിയാ. അങ്ങനെയാണ് ദൈവം തന്റെ ജീവൻ മനുഷ്യർക്ക് നൽകുകയാണ്. ദൈവിക ജീവനുള്ളവരാണ് നമ്മൾ. വീണ്ടും ഇവിടെ പരിശുദ്ധാത്മാവിനെ നൽകുന്ന സമയത്താണ് ഉദ്ധിതനായ യേശു ക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പ് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരോട് പറയാണ്, അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അതിനാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ആത്മാവ് വരും, നിങ്ങളുടെ മേൽ വന്ന് നിറയും.
നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് വന്നു. നമുക്കറിയാം, സഭയുടെ പ്രബോധനം നമ്മൾ കണ്ടതാണ്. കത്തോലിക്ക സഭ എന്താണ്, കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളിലൂടെ കേട്ടതാണ്. മാമോദീസായിലൂടെ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ കൺഫർമേഷനിലൂടെ ഒരു കൺഫേംഡ് ആക്കി, വരദാന ഫലങ്ങളുടെ നിറവുള്ള ജീവിതങ്ങളാക്കി, ഒരു പൂർണ്ണ ക്രിസ്ത്യാനിയാക്കി, ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരാക്കി മാറ്റി ഉയർത്തിയ ഒരു വലിയ കൂദാശ. പിന്നെ അനുദിന ജീവിതത്തിലൂടെ നമ്മൾ ഈ ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവിനായിട്ട് നമ്മുടെ ജീവിതത്തെ ഒരുക്കുന്നത് എന്നത് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. എങ്ങനെയാണ്? നമ്മുടെ അനുദിന ജീവിത പ്രാർത്ഥനയിലൂടെ. പ്രാർത്ഥനയുള്ള ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയും. പിന്നെ നമ്മൾ വചനത്തില് ഇന്നലെയും ഇന്നുമായിട്ട് കണ്ടു, നമ്മുടെ ജീവിതം പാപഭംഗിലമായ ജീവിതമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കില്ല. ഒരു തീക്കട്ടയായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോ അത് പാപമാകുന്ന ചാരം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കണമെന്നുണ്ട്, ബട്ട് വി ആർ അണ്ടർ കൺട്രോൾ ഓഫ് ദ ഡെവിൾ. പിശാചിന്റെ പിടിയിൽ അമപ്പെട്ടു പോകുന്ന പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയായി. നിങ്ങളുടെ പിതാവ് പിശാചാണ് എന്ന് യേശു പറഞ്ഞു വെക്കുമ്പോ പ്രാർത്ഥനയിലൂടെ ഈ ചാരമെല്ലാം തട്ടിക്കളയണം. വചനം, ദൈവത്തിന്റെ വചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കുക. അതുകൊണ്ട് വചന ധ്യാനം ഉണ്ടാകണം. വചനം ധ്യാനിക്കണം നമ്മുടെ ജീവിതത്തില്. വചനം ഭക്ഷിക്കണം. വചനം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. പ്രിയമുള്ളവരെ, വചന ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുക്കണം. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ വിശ്വസിച്ച് നൽകുമ്പോൾ, കർത്താവേ, നീ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങളോട് ഒരുങ്ങാൻ പറഞ്ഞില്ലേ? അപ്പൊ എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞില്ലേ? ആ വചനത്തിന്റെ ശക്തി ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി നൽകണമേ. ഇങ്ങനെ വചനം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ്. അതുപോലെ കുമ്പസാരിക്കണം. നമ്മള് പാപമംഗലമായ ജീവിതം വചന വെളിച്ചത്തിൽ നമ്മുടെ പാപമേഖലകളെ നമ്മൾ കണ്ടെത്തി ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണം. കുമ്പസാരിക്കുമ്പോ നമുക്ക് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല, പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി കൂടി ദൈവം നമുക്ക് നൽകുകയാണ്. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ നിങ്ങളോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. അതാണ് നമ്മൾ ഇന്ന് വായിച്ച വചനത്തില് നമ്മൾ കണ്ടത്. സഭയ്ക്ക് കൊടുത്തൊരു അധികാരമാണ്. സഭയുടെ ഭണ്ഡാരത്തിൽ അനുഗ്രഹം കൊണ്ട് ദൈവം നിറച്ചിരിക്കുക. അതുകൊണ്ട് കാലാകാലങ്ങളിൽ പിതാക്കന്മാർ നമുക്കത് നൽകുന്നു. പരിശുദ്ധ പിതാവ് പലപ്പോഴും നമുക്ക് ദണ്ഡവിമോചനമൊക്കെ ഇതൊരു ഭണ്ഡാരത്തിന്റെ അനുഗ്രഹത്തിന്റെ ഭണ്ഡാരത്തിൽ നമുക്ക് നൽകുന്ന വലിയ നിധികളാണ്. സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ്. സഭയോട് ചേർന്ന് നിൽക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കാം. അങ്ങനെ ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹം വർഷിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. 1 കൊരിന്ത്യർ 15:19 പറയുന്നു, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും നിർഭാഗ്യവന്മാരാണ്. നമ്മൾ ഈ ധ്യാനം കൂടുന്നത് നമ്മുടെ ഒരു ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ നമ്മൾ നിർഭാഗ്യവന്മാരാണ്. നമ്മുടെ കാര്യം നടക്കണം, ജോലി കിട്ടണം, അല്ലെങ്കിൽ സമ്പത്തുണ്ടാകണം, അല്ലെങ്കിൽ സ്വത്ത് വേണം, വീട് വേണം, ഇതൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ ദൈവത്തിന് അറിയാം. പക്ഷെ അതിനു വേണ്ടി ആയിരിക്കരുത്. നമ്മുടെ ആത്യന്തികമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയണം. അതിനുവേണ്ടി ആഗ്രഹിക്കണം. അതുകൊണ്ടാ സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ദ റെസ്റ്റ് ഷാൽ ബി ഗിവൺ അൺടു യു എന്ന് ഈശോ പറഞ്ഞത്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എഫേസസ് ലേഖനം 3:7 പറയുന്നു, നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരിക്കണം, കൂദാശ പരികർമ്മം ചെയ്യണം, ആൾത്താരയോട് കെട്ടപ്പെട്ട ഒരു ജീവിതം നയിക്കണം. അപ്പോൾ ആത്മാവിൽ നിറയും. വിശുദ്ധ ജീവിതം നയിക്കുവാൻ, അതിലൂടെ പരിശുദ്ധാത്മാഗ്നിയാൽ ജ്വലിക്കുവാൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകും. 1 കൊരിന്ത്യർ 2:9 മുതലുള്ള വചനങ്ങൾ, എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല.
നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ഈ ആത്മാവിനെ സ്വീകരിച്ച നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകണം. ഈ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ രാത്രി ഇനിയുള്ള ആരാധനയും നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്താ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ? അപ്പോസ്തല പ്രവർത്തനം എടുത്തു നോക്കിയാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും. സുവിശേഷവൽക്കരണമാണ്. അനേകായിരങ്ങളെ രക്ഷയിലേക്ക് നയിക്കാൻ, സഭയോട് ചേർക്കാൻ സുവിശേഷത്തിനായി ഇറങ്ങുന്ന അപ്പോസ്തലന്മാരെ നമ്മൾ കാണുന്നു. ഇതുപോലെ ഒരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറണം. അതുപോലെ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. റോമാലേഖനം 8:26 പറയുന്നു, യഥാവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുന്നു, ഈ ആത്മീയ അനുഭവത്തിലൊക്കെ വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു പ്രാർത്ഥനാ രീതിയോ ധ്യാനമോ ഒന്നും കൂടി പരിചയമില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തില് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കരങ്ങൾ കോർത്ത് പ്രാർത്ഥിച്ചു. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. അവിടെ ആ സമയത്ത് നടന്ന ഒമാനിലായിരുന്നു ഞാൻ ആ സമയത്ത്, മസ്കറ്റില്. ആ സമയത്ത് അവിടെ ഇടയ്ക്ക് നടന്ന പ്രയറും ധ്യാനങ്ങളിലൊക്കെ കൂടിയിട്ടുണ്ടെന്നല്ലാതെ വലിയ അനുഭവങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോ ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ആത്മാവിന്റെ ഒരു അഭിഷേകം, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല, പക്ഷെ അറിയാവുന്ന പോലെയൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചപ്പോ, സ്തുതിച്ച് പ്രാർത്ഥിച്ചു, ഒരു വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഉന്നതമായ ശക്തി, ബിയോണ്ട് കൺട്രോൾ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അഭിഷേകം. രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രതിസന്ധി മാറിയെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിൽ നിറയാനായിട്ട് സാധിച്ചു. ഇതാണ് യഥാവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അന്ന് 1997 കിട്ടിയ അഭിഷേകത്തില് തുടങ്ങിയ ശുശ്രൂഷയാണ്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില്, അനേക രാജ്യങ്ങളിൽ, അനേക ദേവാലയങ്ങളില് ഒക്കെ ശുശ്രൂഷ ചെയ്യാൻ ഇന്ന് ഓസ്ട്രേലിയയിലെ ഇൻഡിജിനസ് ആയിട്ടുള്ള പീപ്പിളുടെ ഇടയിൽ, ആദിവാസികളുടെ ഇടയിൽ ഞാനിപ്പോ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള കൃപ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരികയാണ്. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനം 1:8 നമ്മളത് കാണുന്നതാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മൾ ശക്തി പ്രാപിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പാപബോധവും പശ്ചാത്താപവും നൽകുന്നു. യോഹന്നാൻ 16:8 അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ഞാൻ സമയക്കുറവുകൊണ്ട് ഇച്ചിരി ഫാസ്റ്റായിട്ട് പോവുകയാണ്. യോഹന്നാൻ 16:13 പരിശുദ്ധാത്മാവ് വരാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തും, നമ്മുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു തരും. വരാനിരിക്കുന്ന കാര്യങ്ങൾ പോലും നമുക്ക് വെളിപ്പെടുത്തി തരും പരിശുദ്ധാത്മാവ്. ഞാൻ ഓർക്കുന്നു, ഞാൻ മസ്കറ്റിലായിരിക്കുന്ന സമയത്ത്, ഒമാനിലായിരിക്കുന്ന സമയത്ത്, മസ്കറ്റിൽ നിന്ന് നല്ലൊരു ജോലിയായിരുന്നു. പെപ്സിക്കോള കമ്പനിയിൽ സീനിയർ മാനേജ്മെന്റ് ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അവിടെ കഴിഞ്ഞാൽ പിന്നെ നാട്ടിലേക്കെന്നുള്ള ചിന്തയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ നാഷണൽ ലെവൽ ടീമിൽ പ്രവർത്തിക്കുന്ന ടീം അംഗങ്ങളിൽ അതിലൊരാളായിരുന്നു. അതിലൊരു ഭാഗമാകാൻ ദൈവം അനുവദിച്ചു. അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ ആ ടീം കോറിൽ അംഗങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം നൽകുകയാണ്. ജിജിമോനെ കർത്താവ് യൂറോപ്പ് രാജ്യത്തിലേക്ക് കൊണ്ടുപോകും, തണുപ്പുള്ള രാജ്യത്തിലേക്ക് കൊണ്ടുപോകും. എനിക്കാണെങ്കിൽ തണുപ്പ് ഇഷ്ടവുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നമ്മൾ കേട്ടു, അതിനെക്കുറിച്ച് വേറൊന്നും ചിന്തിച്ചില്ല. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി മനോഹരമായിരുന്നു. പിന്നീട് ദൈവത്തിന്റെ സമയമായപ്പോ അത്ഭുതകരമായിട്ട് കർത്താവ് ദൈവത്തിന്റെ വചനം നിറവേറ്റിയാണ്. പിന്നീട് ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോ കർത്താവ് ഒരു ദർശനം ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന, ഇപ്പോൾ അഗാപ്പെ ടീമിന്റെ ലീഡ് ചെയ്യുന്ന ബ്രദർ അലക്സ് പൊന്നാട്ട്, ആ ബ്രദറിന് ഒരു ദർശനം കാണുകയാണ്. അദ്ദേഹം കാണുന്നത് എന്താന്ന് ചോദിച്ചാല്, ഞാന് പ്രസംഗിക്കുന്നു, എന്റെ കയ്യില് ബൈബിളുണ്ട്, സൂട്ടും കോട്ടും ഇട്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടുത്തെ സ്കൂളിലെ ഇന്ത്യൻ സ്കൂളിന്റെ മാനേജ്മെന്റ് ബോർഡിൽ ഞാനുണ്ട്, അവിടെ പ്രസംഗിക്കാൻ പോകുമ്പോ ഞാൻ സൂട്ടിട്ടിട്ടാണ് പോകുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞു അതല്ല, ആദ്യം അങ്ങനെ ബൈബിളിന്റെ കാര്യം പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു ബൈബിള് കൈ പിടിക്കുന്നുണ്ട്, സുവിശേഷ പ്രഘോഷണമാണ്. എന്നിട്ട് പറഞ്ഞു തണുപ്പുള്ള രാജ്യത്തേക്കാണ് പോണേ. അങ്ങനെയാണ് ഞാൻ UK എത്തുന്നത്. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞിട്ട് മറ്റൊരു ദർശനത്തിൽ അത് നടക്കാനായിട്ട് കുറച്ച് സമയം എടുത്തപ്പോ മറ്റൊരു ദർശനത്തിൽ പിന്നെയും കർത്താവ് കാണിച്ചു തരികയാണ്. ഞാൻ പ്രസംഗിക്കുന്നു, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ എൻ്റെ അടുത്ത് നിൽക്കുന്നു. അപ്പോഴാണ് കൺഫർമേഷൻ ആയത്,
UK ആണെന്ന്. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അങ്ങനെ പറഞ്ഞു, കാര്യങ്ങൾ നടന്നു. 1 വർഷം കൊണ്ട് UK-യിലെത്തി. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ UK-യിൽ ഞാൻ പറഞ്ഞില്ലേ 10-22 പള്ളികളിൽ ധ്യാനിപ്പിച്ചു കഴിഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തരുന്ന മറ്റൊരു സന്ദേശമാണ് ഓസ്ട്രേലിയക്ക് കർത്താവ് കൊണ്ടുവരുന്നത്. എനിക്ക് ഓസ്ട്രേലിയയെ കുറിച്ച് അന്നത്തെ സമയത്ത് യാതൊരു വിവരവും ഇല്ല, യാതൊരു പിടിപാടുമില്ല. പക്ഷേ അങ്ങനെ ഒരു സന്ദേശം കർത്താവ് തന്നു. വിത്തിൻ 3 months കാര്യങ്ങൾ, പേപ്പറുകൾ ശരിയായി ഓസ്ട്രേലിയയിലെത്തി. ആ സമയത്ത് ഇവിടെ ഒത്തിരി മലയാളികളൊന്നും ഉള്ളൊരു സമയമല്ല. 2007-ലാണ് ഞാൻ ഇവിടെ എത്തുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴികളാണ്. അതുകൊണ്ടാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ പോലും വെളിപ്പെടുത്തി തന്ന് നമ്മളെ നയിക്കും പരിശുദ്ധാത്മാവ്. അതുപോലെ യോഹന്നാൻ 14:26 പറഞ്ഞു, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയും നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതുപോലെ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കും. റോമ 5:5 കാണുന്നുണ്ട്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് ചൊരിയും. ഒപ്പം മാത്രമല്ല, പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും ഓർഡർ ആക്കും നമ്മുടെ ജീവിതത്തിൽ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1-2 വചനങ്ങള്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ഈ പറഞ്ഞ രൂപരഹിതവും ശൂന്യവും അന്ധകാരം നിബിഡവുമായിരുന്ന അവസ്ഥയെ മാറ്റുന്നത്. യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകാനായിട്ട് നമ്മളെ ശക്തരാക്കും പരിശുദ്ധാത്മാവ്. യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങളത് ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം പറയുന്നു. അതുപോലെ തന്നെ വരങ്ങളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. വരദാന ഫലങ്ങളുടെ വലിയ അഭിഷേകം. 1 കൊരിന്ത്യസ് 12:8-11. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും ഒരുവന് ആത്മാക്കളെ വേറൊരു ആത്മാക്കൾ വിവേചിച്ചറിയാനുള്ള കഴിവും ഭാഷാവരവും വേറൊരു വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ പ്രവൃത്തിയാണിതെല്ലാം. വരദാനങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ദൈവാത്മാവിന്റെ പ്രവർത്തനം. പ്രിയമുള്ളവരെ, വരങ്ങൾ കൊണ്ട് നിറയാനായിട്ട് ആഗ്രഹിക്കണം. വരങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും ദാനങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതാണ്. വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റിയില്ല. അതൊക്കെ നമുക്കൊരു താമസിച്ചുള്ള ധ്യാനത്തിലൊക്കെ വന്ന് കൂടുമ്പോൾ നമുക്കതൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ പരിശുദ്ധാത്മ വരങ്ങള് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതെല്ലാം സഭയെ കെട്ടിപ്പടുക്കാനാണ്. വരങ്ങള് ഭാഷാവരം ഒഴിച്ചുള്ള ബാക്കി വരങ്ങളെല്ലാം സഭയെ പടുത്തുയർത്താൻ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭാഷാവരം മാത്രമാണ് നമ്മുടെ നന്മയ്ക്കായിട്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ കൊണ്ട് നിറയുവാനുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നല്ല ആത്മീയ ജീവിതം നയിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. അതുപോലെ അങ്ങനെ നല്ലൊരു ജീവിതം നയിക്കുമ്പോഴാണ് നിത്യജീവന്റെ അവകാശിയായിട്ട് നമ്മൾ മാറുന്നത്. നമ്മുടെ എല്ലാ ആസക്തികളും ബന്ധനങ്ങളും പാപസ്വഭാവങ്ങളും എടുത്തു മാറ്റുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ആ ആത്മാവിനെ വിളിക്കണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. അപ്പോസ്തല പ്രവർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അവിടെ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് അപ്പോസ്തലന്മാരിലൂടെ നടക്കുന്നത്, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങള്. ഒന്ന്, കേൾക്കുന്ന രീതിക്ക് പരിശുദ്ധാത്മാവ് മാറ്റം വരുത്തും. അപ്പോസ്തല പ്രവർത്തനങ്ങളില് നമ്മൾ കാണുന്നുണ്ട് 1-ാം അധ്യായം 4-5 തിരുവചനം. അതുപോലെ കേട്ടതുപോലെയല്ല. അവര് ആ കേട്ട വചനങ്ങള് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശുദ്ധ അമ്മയാണ് അവരെ കൂട്ടുന്നത്. കാരണം പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുകൊണ്ട് പരിശുദ്ധ അമ്മ അവരെല്ലാവരെയും കൂട്ടി സെഹിയോൻ മാളിക മുകളിലേക്ക് വരികയാണ്. അങ്ങനെയാണ് ഒരു 10 ദിവസം അഭിഷേകമുള്ള ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ കൂട്ടായ്മയിൽ ഉണ്ടപ്പോൾ അവിടെ കൂടുതൽ അഭിഷേകം ചെയ്യപ്പെടും. ആത്മാവിന്റെ നിറവിൽ അമ്മ ഈ ശിശുഗണങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിച്ചു. അപ്പോഴാണ് അവരെ കേൾക്കുന്ന രീതിക്ക് വ്യത്യാസം വന്ന് അവരുടെ ജീവിതങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. അവർ ഹൃദയം കൊണ്ട് ശ്രവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുകയാണ്.
അങ്ങനെ പരിശുദ്ധ അമ്മയാണ് അത് ശ്രവിക്കുന്നത്. ആ വചനം സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടുകയാണ്. അങ്ങനെയാണ് യേശുനാഥന്റെ സ്വർഗാരോഹണത്തിന് ശേഷം 10-ാം നാൾ പെന്തക്കോസ്താ നാളിൽ അവർ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം സ്വീകരിക്കുന്നത്. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അഭിഷേകം സ്വീകരിച്ചപ്പോ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ തിരുഹിതം പോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുന്ന രീതിക്ക് പരിശുദ്ധാത്മാവ് മാറ്റം വരുത്തും. നമ്മുടെ സംസാരത്തിലൂടെ അനേകർ ദൈവത്തെങ്കിലേക്ക് വരും. നാം സംസാരിച്ച് ആരെയും മുറിപ്പെടുത്താതിരിക്കും. പ്രാർത്ഥനയിൽ നിന്നോ കൂട്ടായ്മയിൽ നിന്നോ നമ്മൾ ആരെയും അകറ്റില്ല. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ആരെയും അകറ്റില്ല. കാരണം നല്ല ആത്മനിറവിലുള്ള സംസാരം നമുക്കുണ്ടാകും. ഈശോ ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മുടെ നാവിനെ ഈശോ നിയന്ത്രിക്കും പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ. സ്വന്തം ഭാഷ മാത്രമല്ല, പുതിയ ഭാഷയും നമുക്ക് നൽകും. അപ്പോസ്തല പ്രവർത്തനം 2:4 നമ്മൾ കാണുന്നുണ്ട്. ആ ഭാഷ കൊണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കും. അതുപോലെ നമ്മുടെ ഭാഗ്യമായ ഭാവത്തിന് കർത്താവ് വ്യത്യാസം വരുത്തും. ആത്മാവിൽ നിറഞ്ഞവരുടെ മുഖത്ത് ഒരു ആത്മീയ ചൈതന്യം നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ആത്മാവുള്ള ജീവിതങ്ങളെ കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാം. ഫലങ്ങളാൽ നിറഞ്ഞുള്ള ഒരു ജീവിതം അവരുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ യോഹന്നാന്റെ അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 10 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. അവര് സുന്ദര കവാടത്തിന് മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ ഭിക്ഷ യാചിച്ചുകൊണ്ടൊരു യാചകൻ കിടക്കുകയാണ്. അപ്പോ അവൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് എന്തെങ്കിലും തരണേ എന്നുള്ള മട്ടിൽ കിടക്കുമ്പോ പത്രോസ് അവനോട് പറയുകയാണ്, ഞങ്ങളെ നോക്കുക, സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ പക്കലില്ല, നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അത്ഭുതം സംഭവിക്കുകയാണ് ആ നിമിഷങ്ങളില്. അവന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നു. അഭിഷേകത്താൽ അവൻ നിറയുകയാണ്, അവൻ സൗഖ്യം നേടുകയാണ്. അതാണ് കർത്താവ് അത്ഭുതകരമായിട്ട് ഈ അപ്പസ്തലന്മാരിലൂടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്വഭാവത്തിലും മനോഭാവത്തിലും മാറ്റം വരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത്. ചെറിയ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നത്, ഒരു സഹോദരൻ, ആ സഹോദരന്റെ ബ്രദർ ഒരു അച്ഛനാണ്, എൻ്റെ ഒരു സുഹൃത്താണ്. ഈ സഹോദരൻ എന്താ പറയുന്ന എല്ലാ അച്ഛന്മാരുമായിട്ട് ഉടക്കും, എല്ലാ ഇടവക വരുന്ന അച്ഛന്മാരുമായിട്ട് ഉടക്കും. ഭയങ്കര അഹങ്കാരം, ഭയങ്കര വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ഇങ്ങനെയുള്ള ചിന്തയാണ്. എല്ലാവരും ഓരോ 2-3 അച്ഛന്മാരെ പുള്ളിയുടെ സ്വാധീനം ഉപയോഗിച്ച്, പുള്ളിയുടെ മസിൽ പവറൊക്കെ ഉപയോഗിച്ച് സ്ഥലം മാറ്റുകയും ചെയ്തു. പിന്നീട് ഇപ്പം വന്നിരിക്കുന്ന അച്ഛനുമായിട്ട്, അവിടെ ആ സമയത്ത് ധ്യാനം കൂടാൻ വന്നിരിക്കുന്ന അച്ഛനുമായിട്ട് ഒട്ടും യോജിക്കത്തില്ല. അച്ഛനാണേലും വിട്ടുകൊടുക്കത്തില്ല. അവർ രണ്ടുപേരും കൂടെ ഭയങ്കര ഫൈറ്റ്. അവസാനം ഈ അച്ഛന്റെ അടുത്ത് രക്ഷയില്ല, മാറ്റാനും പറ്റുന്നില്ല. കാരണം രൂപതയ്ക്ക് മനസ്സിലായി ഈ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും ഇദ്ദേഹത്തിന് നിക്കക്കള്ളിയില്ലാതെ നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ ഒരു ആഗ്രഹമാണ്, വെറുപ്പ് കയറി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പിശാചിന് പിടിയിലായി. അപ്പൊ അദ്ദേഹം ചിന്തിക്കുന്ന എങ്ങനെയെങ്കിലും ഈ അച്ഛനെ കൊല്ലണം. പക്ഷേ നേരിട്ട് കൊല്ലാൻ പറ്റത്തില്ല, കൊന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ജയിലിലാവും. അപ്പൊ അതുകൊണ്ട് വാടക കൊലയാളികളെ കൊണ്ട് കൊല്ലിക്കണം. എന്നിട്ട് അദ്ദേഹമാണ് അത് ചെയ്തതെന്ന് അറിയാനും പാടില്ല. അങ്ങനെ ഈ മനുഷ്യൻ ഒരു ദിവസം സുപ്രഭാതത്തിൽ ആരോടും പറയാതെ അദ്ദേഹം ധ്യാനത്തിന് വരികയാണ്. അങ്ങനെ ധ്യാന കേന്ദ്രത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഈ ധ്യാനത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിയോഗം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധിച്ചു കിട്ടണം. എന്താണ്? ഈ വൈദികനെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണം, എന്നാൽ ആരും അറിയാൻ പാടില്ല. അതിനൊരു വഴി കർത്താവെ കാണിച്ചു തരണം. ഇങ്ങനെയും പ്രാർത്ഥിക്കാനായിട്ട് ധ്യാനം കൂടാൻ വരുന്ന ആളുകളുണ്ട്. ഈ സഹോദരൻ എൻ്റെ അടുത്ത് 3-ാമത്തെ ദിവസം വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം, ഹൃദയം നുറുങ്ങി അദ്ദേഹം. പാപബോധവും പശ്ചാത്താപവും അദ്ദേഹത്തിന് ലഭിച്ചു. അത് എൻ്റെ അടുത്തിട്ട് വന്ന് പറഞ്ഞു, ജിജുമോൻ ബ്രദർ, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താ? ഞങ്ങൾ അന്ന് ധ്യാനിപ്പിക്കുന്നത് കോട്ടയത്തുള്ള തുവാനിസ ധ്യാന കേന്ദ്രത്തിലാണ്. അതിന്റെ ഡയറക്ടർ എൻ്റെ അനീജൻ അച്ഛനാണ്. അച്ഛന്റെ അടുത്ത് എനിക്കൊന്ന് കുമ്പസാരിക്കാൻ പറ്റുമോ? അച്ഛനോടൊന്ന് പറയാമോ? ഞാൻ പറയാം. എന്നോട് പറഞ്ഞു, കുറച്ച് സമയം എടുക്കുമെന്ന് പറയണം. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഈ സഹോദരൻ കുമ്പസാരത്തിന് പോയി. 1.5 മണിക്കൂർ കുമ്പസാരം കഴിഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, അങ്ങോട്ട് പോയ ആളല്ല ഞാൻ തിരിച്ചു വന്നത് ഒരു പുതിയ സൃഷ്ടിയാ. പഴയത് കടന്നുപോയി, പുതിയത് തിരിച്ചു വന്നു. പുതിയ സൃഷ്ടിയായിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നിട്ട് പറയാണ്, ഞാന് ദൈവത്തിന്റെ വചനം എൻ്റെ ജീവിതത്തിൽ കയറി സ്പർശിച്ചു. ആരാധനയിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. ഈ വചനവും ആരാധനയും കൂടെ കടന്നു വന്നു. അതാണ് എന്നെ കുമ്പസാരത്തിലേക്ക് നയിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ തീരുമാനമെടുത്തു, ഞാൻ തിരിച്ചു ചെന്ന് അച്ഛന്റെ അടുത്ത് മാപ്പ് ചോദിക്കും. നേരെ അച്ഛന്റെ അടുത്ത് ചെല്ലും.
എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞു അത് ഓൾറെഡി. ഇനി ഞാൻ ഏറ്റു പറയും അച്ഛന്റെ അടുത്ത്. അച്ഛനോട് പറയും എനിക്ക് വന്ന തെറ്റുകളെല്ലാം, ആരെയൊക്കെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടോ, ആരോടൊക്കെ ഞാൻ മാപ്പ് ചോദിക്കണ്ടോ അതെല്ലാം ഞാൻ ചെയ്യും. അതുപോലെ അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റിന്റെ ഒക്കെ എന്തൊക്കെയോ ബിസിനസ് ഉണ്ട്. അപ്പൊ അതിലൂടെ കച്ചവടവും നടക്കുന്നില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മറിച്ച് കൊടുക്കാന്ന് വിചാരിച്ചൊന്നും നടക്കാതെ വന്നപ്പോ പലരിൽ നിന്ന് കടം മേടിച്ചു കൊടുക്കാറുണ്ട്. അവരോടൊന്നും അത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ അവരെ വിളിക്കുമ്പോൾ ഒക്കെ ദേഷ്യപ്പെടും, തെറി പറയും, ഇങ്ങനെയൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു ഞാൻ ചെന്നിട്ട് ഇനി എല്ലാവരും വിളിക്കും എന്നിട്ട് പറയും ഞാനിങ്ങനെ ധ്യാനം കൂടി നിങ്ങളുടെ പൈസ ഞാൻ എത്രയും പെട്ടെന്ന് തരും. വേറൊരു ബിസിനസ് അദ്ദേഹത്തിനുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന പൈസ എല്ലാം കൂടെ തന്നോളാം. ഈ മനുഷ്യൻ ഇവരെല്ലാം സമർപ്പിച്ച് ധ്യാനത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം നാട്ടിൽ ചെന്നിട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. അച്ഛനാണെങ്കിൽ ഈ മനുഷ്യനെ കാണാതിരുന്നപ്പോ ഇദ്ദേഹത്തിന് വേണ്ടി വൈദികൻ ആൾത്താർ എല്ലാ ദിവസവും കുർബാനയ്ക്ക് മുമ്പ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ അച്ഛൻ പറഞ്ഞു നിന്റെ തിരിച്ചുവരവും കാത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആരാധനയിലായിരുന്നു. അങ്ങനെ ആരാധിച്ച് അച്ഛൻ പ്രാർത്ഥിച്ചപ്പോ, ഒരു വികാരി അച്ഛൻ പ്രാർത്ഥിച്ചപ്പോ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. അദ്ദേഹം മാനസാന്തരപ്പെട്ടു, ക്ഷമ പറഞ്ഞു. അതുപോലെ മറ്റുള്ളവരെല്ലാം ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു. എല്ലാവരും അപ്പൊ അവരൊക്കെ പറയാ സാരയില്ല. അതുവരെ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടിരുന്ന മനുഷ്യർ പറഞ്ഞു സാരയില്ല, നീ ധ്യാനമൊക്കെ കൂടിയിട്ട് വന്നല്ലേ, ഇനി കാര്യങ്ങളൊക്കെ ശരിയായിക്കോളും. എല്ലാവരും വളരെ സ്നേഹത്തോടെ ഇടപെടാൻ തുടങ്ങി. ഈ വിവരം എന്നെ പെട്ടെന്ന്, ഞാൻ ഓസ്ട്രേലിയക്ക് പോരുന്നതിന് മുമ്പ് നാട്ടിലുണ്ടായിരുന്നു, എന്നെ വിളിച്ചു പറഞ്ഞു. എത്രയോ വലിയൊരു അനുഗ്രഹമാണ് ദൈവം ചെയ്യുന്നത്. നമ്മുടെ സ്വഭാവത്തിലും മനോഭാവത്തിലും ഒക്കെ മാറ്റം വരുത്തുന്ന ആ ദൈവത്തിന്റെ അത്ഭുതം. അതുപോലെ പത്രോസിന്റെയും അപ്പോസ്തലന്മാരുടെയും ഒക്കെ ജീവിതത്തിൽ വന്ന് മാറ്റിയതുപോലെയാണ്. അവര് അത്ഭുതകരമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ, അതുവരെയും ഭയപ്പെട്ടിരുന്ന അവരുടെ ജീവിതം ധൈര്യം. ഒറ്റ പ്രസംഗം 3000 പേര് സഭയോട് ചേരുന്നു. പിന്നെ അങ്ങ് യേശുവിന് വേണ്ടി ജീവിക്കാൻ, എന്ത് ചെയ്യാനും, ഈശോയ്ക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ജീവിതാവസ്ഥ. ഇത് അങ്ങനെ ധാരാളം മക്കള് അവരുടെ ജീവിതത്തിൽ, നമ്മുടെ സജി ബ്രദറിന്റെ അനുഭവം നമ്മൾ കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ 21ാമത്തെ വയസ്സിൽ ഉണ്ടായ മാറ്റം എത്രയോ വലിയൊരു അനുഗ്രഹം, അനേക ജീവിതങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ്. യേശു ക്രിസ്തുവിന്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. മറ്റുള്ളവരെ വളർത്തുന്ന സ്വഭാവം നമുക്കുണ്ടാകും, പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകും. ഇതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹം നമ്മൾ തിരിച്ചറിയണം. അതുപോലെ പരിശുദ്ധാത്മാവ് നൽകുന്ന മറ്റൊരു കാര്യമാണ് ദൈവത്തിന്റെ മുമ്പിലേക്ക് വരാനുള്ള ധൈര്യം, ദൈവത്തെ ആരാധിക്കാൻ, അതുപോലെ മനുഷ്യരെയൊക്കെ ഫേസ് ചെയ്യാൻ. നമ്മൾ എന്താ പറയേണ്ടതെന്ന് യഥാവിധം ആ സമയത്ത് നമുക്ക് വെളിപ്പെടുത്തി തരും. അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അതുപോലെ സാത്താനെതിരെയുള്ള പ്രവർത്തനം. സാത്താൻ, കർത്താവ് പറഞ്ഞില്ലേ വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അതിന് മുമ്പ് എന്താ കർത്താവ് പറഞ്ഞേ? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പോൾ വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവരെന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തിയാണ്, വലിയൊരു കൃപയാണ് സുവിശേഷം പ്രസംഗിക്കാൻ. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ വരദാന ഫലങ്ങളാൽ നമ്മളെ നിറച്ചു കഴിയുമ്പോൾ രോഗശാന്തിക്കുള്ള വരം കർത്താവ് നമുക്ക് നൽകും. അനേകരെ സൗഖ്യപ്പെടുത്താൻ പറ്റും. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുവാനുള്ള വലിയ കൃപ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകും. അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര ഈ കഴിഞ്ഞ കാല ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ധാരാളം ജീവിതങ്ങൾ, എത്രയോ ക്യാൻസർ രോഗികൾ സുഖപ്പെട്ടു പോയിരിക്കുന്നു, പാർക്കിൻസൺസ് രോഗികൾ സുഖപ്പെട്ടു പോകുന്ന സംഭവം എല്ലാം ഒന്ന് പറയാൻ ഇന്നത്തെ സമയമില്ലാത്തതുകൊണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ഇന്നും സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതരാണ്. നമ്മൾ റെഡിയാണെങ്കിൽ, ആത്മാവിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ ആ കൃപ അധ്വാനിക്കും. നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധൈര്യപൂർവമായിരിക്കുവാൻ, സാത്താനെ ബഹിഷ്കരിക്കാൻ ഉള്ള അധികാരം, അവൻ പരാജയപ്പെട്ടവനാണ് പിശാച്. അവന് നമ്മളെ കാണുമ്പോൾ അവന് വിറയലുണ്ടാകണം. നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്നറിയാതെ അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു എന്നാണ് പത്രോസിലെ 1 പത്രോസ് 5:8 പറയുന്നത്. അവൻ ശത്രുവാ. എന്താ അവന്റെ ശത്രുതയ്ക്ക് കാരണം? ദൈവമക്കളായി നമ്മൾ, ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായി ദൈവമക്കളായി നമ്മൾ ജീവിക്കുന്നു. അതിൽ അവൻ അസൂയപ്പെടുന്നു. അഹങ്കാരിയായി അവൻ നമ്മളെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ അവൻ ചുറ്റി നടക്കും. അവൻ നമ്മുടെ ഉള്ളിൽ കയറണമെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ കയറണമെങ്കിൽ നമ്മൾ അനുവാദം കൊടുത്താൽ മാത്രമേ പറ്റൂ. അവന് ചുറ്റി നടക്കാനേ പറ്റൂ. അവൻ അത്രയും പവറുള്ളൂ, നമ്മൾ ഓർക്കണം. ഈസ് എ ഡിഫീറ്റഡ് ഫോ. അതുകൊണ്ട് നമ്മൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട്
അവന്റെ മേൽ ദൈവം നമുക്ക് അധികാരം നൽകി. അതുകൊണ്ടാ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോയി സകലരെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇത് ഈശോയുടെ കൽപ്പനയാണ്. ദൈവത്തിന്റെ മക്കളെ പറുദീസായിൽ ദൈവമാക്കിയപ്പോ മനുഷ്യന് എല്ലാ ആധിപത്യവും കൊടുത്തു കർത്താവ്. ഈ ആധിപത്യമാണ് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് തിരിച്ചു തരുന്നത്. നമ്മൾ നഷ്ടപ്പെടുത്തുന്നു പാപത്തിലൂടെ. എന്നാൽ നമ്മൾ വിശുദ്ധരായി തമ്പുരാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വന്ന് ആത്മാവിൽ സ്വീകരിക്കുമ്പോൾ ഈ പവർ എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ പരിശുദ്ധാത്മാവ് വലിയ ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ നൽകും. വലിയ ദൈവാനുഭവം. ആ ദൈവാനുഭവങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് അപ്പോസ്തല പ്രവർത്തനം 5:32 നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയാണ് പരിശുദ്ധാത്മാവാണ് ഇതിനെല്ലാം സാക്ഷി എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോ ഈ വലിയൊരു അനുഭവം, അല്ലെങ്കിൽ ആ വലിയ സംഘത്തിന് മുമ്പ് വിളിച്ചു പറയുന്ന ആ വലിയൊരു അനുഭവം, ഇതൊക്കെ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പൊ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ പ്രഘോഷിക്കാൻ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ശക്തി നൽകും. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നൽകുന്നത് പരിശുദ്ധാത്മാവ്, നമ്മുടെ കഴിവുകൊണ്ടല്ല. ഞാൻ എപ്പോഴും പറയാറില്ലത്, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു ശക്തിയാണത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തും. എപ്പോഴാണ് നമുക്ക് മാറ്റം വരേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ആ സമയത്ത് ആ മാറ്റങ്ങൾ ദൈവം വരുത്തും. നമുക്കറിയാം വിശുദ്ധ എസ്തഫാനോസിന്റെ ജീവിതത്തിൽ, സെന്റ് സ്റ്റീഫന്റെ ജീവചരിത്രം. അവൻ അപ്പസ്തോലനായിരുന്നില്ല, ഡീക്കൻ മുമ്പ് ഉയർന്ന സ്ഥാനമൊന്നും അവൻ ഉണ്ടായിരുന്നില്ല. ദേവാലയത്തിൽ സജീവമായി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 6:5 കാണുന്നു, പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നയിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. ആ മനുഷ്യനാണ് ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മാറുന്നത് സഭയിലെ. അപ്പോ അഭിഷേകം നൽകുന്ന പരിശുദ്ധാത്മാവ്, അനുദിന ജീവിതത്തിന് ആവശ്യമായ അഭിഷേകം, വരദാന ഫലങ്ങളുടെ അഭിഷേകം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നൽകുന്നു. അതുപോലെ വചനത്തിന്റെ നിറവ് നൽകും. വചനം പഠിക്കാൻ, വചനം ധ്യാനിക്കാൻ, വചനത്തോട് തീക്ഷ്ണമായ ആഗ്രഹം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ ദർശനങ്ങൾക്ക് മാറ്റമുണ്ടാവും, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമുണ്ടാവും. ഇതുവരെയും നമ്മൾ കണ്ടതുപോലെയല്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ കണ്ടതുപോലെയല്ല, കുറ്റം വിധിച്ചതുപോലെയല്ല. അവരിലെ നന്മ കാണാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകും. അതുപോലെ പ്രാർത്ഥനാ ജീവിതം അനുഗ്രഹമാകും. എന്നാൽ പറഞ്ഞില്ലേ, സ്ലോത്ത്, അലസത, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ല. മറ്റെല്ലാ കാര്യത്തിനും താല്പര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുൻപന്തിയില്ല, പക്ഷേ പ്രാർത്ഥനയിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ താല്പര്യമില്ല, കുമ്പസാരിക്കത്തില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതമില്ല, വചനധ്യാനമില്ല. ഇങ്ങനെയുള്ള ഒരു ജീവിതമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇല്ല എന്നല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ആരാധിക്കാനുള്ള വലിയ ശക്തി, സകല നടുവിൽ പോലും ആരാധിക്കാനുള്ള കൃപ. പൗലോസും സീലാസും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സമയത്താണ് ചങ്ങലകൾ കൂട്ടിമുട്ടിച്ച് അവർ ആരാധിക്കുകയാണ്. ആരാധിക്കുമ്പോഴാണ് വിടുതൽ കിട്ടുന്നത്, വലിയ വിടുതലുകൾ സംഭവിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുപോലെ എവിടേക്ക് നയിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുക്കുക. ഞാൻ ഓർക്കുന്നു, നാട്ടില് നമ്മുടെ അഗാപെ ഇന്റർനാഷണൽ കാത്തലിക് മിഷന്റെ ധ്യാനം തുടങ്ങിയപ്പോ ആദ്യ ഒരു വർഷത്തിൽ 1-2 ധ്യാനം, ഞങ്ങളൊക്കെ വികാരിയേറ്റ് ഓഫ് അറേബ്യയിലെ ഒഫീഷ്യൽ ടീമായിരുന്നു അഗാപെ ടീം. വിവിധ രാജ്യങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുമായിരുന്നു, മിഡിൽ ഈസ്റ്റിലും അതുപോലെ വിവിധ രാജ്യങ്ങളിലും ഒക്കെ. അപ്പൊ നാട്ടിലേക്ക് വന്ന് എല്ലാവരും സെറ്റിൽ ആയി കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഓസ്ട്രേലിയ, ബാക്കി എല്ലാവരും നാട്ടിലാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നാട്ടിൽ ധ്യാനം തുടങ്ങാനായിട്ട് പരിശുദ്ധാത്മാവ് സന്ദേശം നൽകി. അങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോഴും ഓരോ ധ്യാനത്തിനും ഫുള്ളായിട്ട് ആളുകൾ വരികയാണ്. അപ്പോ ഇവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, എങ്ങനെ പോകാൻ പറ്റും എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമായിരുന്നു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ റെഡിയാണ്, എനിക്ക് ജോലിക്ക് എനിക്ക് പോകാനും അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ നീ ഒരുക്കി തന്നാൽ ഞാൻ റെഡിയാണ്, എനിക്കൊരു കുഴപ്പമില്ല. ഈ നാട്ടില് നടന്ന ധ്യാനങ്ങളിലെല്ലാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പങ്കെടുക്കാനുള്ള ദൈവം അവസരം തന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാനൊരു വേറൊരു മിഷൻ ഇവിടുത്തെ ആദിവാസികളുടെ ഇടയിൽ ശുശ്രൂഷയുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രം പലപ്പോഴും ചില സമയങ്ങളിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ അല്ലാത്ത സമയങ്ങളിലെല്ലാം അതും ശുശ്രൂഷ തന്നെയാണല്ലോ. അപ്പൊ അതെല്ലാം ആദ്യകാലങ്ങളിൽ ഇപ്പൊ അവിടെ ശക്തരായ ശുശ്രൂഷകരുണ്ട്. ഞാൻ പോയില്ലേലും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന നല്ല ടീം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം ആ തക്ക സമയത്ത് വേണ്ടതായ കാര്യങ്ങൾ നമുക്ക് നൽകും. ചിലപ്പോൾ നമ്മുടെ ജോലി മേഖല, എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. എന്റെ ജോലിയിൽ ഒരു മാറ്റം ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മാറണം, അല്ലെങ്കിൽ എനിക്കൊരു ഉയർച്ച നൽകാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം ദൈവം എനിക്ക് ഒരുക്കി കൊണ്ടുവരും, ഒരു സന്ദേശം കർത്താവ് തരും.
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ഒമാനില് എല്ലാം നല്ല നിലയിൽ നിന്ന സമയത്താണ് ഒമാനൈസേഷൻ വരുന്നത്. അന്നേരമാണ് UK വാതിൽ കർത്താവ് തന്നത്. ഇനി അല്ലെങ്കിൽ പലതരത്തിൽ, അല്ലെങ്കിൽ ആരിലൂടെയെങ്കിലും ദൈവം സംസാരിക്കും, എന്തെങ്കിലും ഒരു വഴി ഒരുക്കും. ഇപ്പൊ ഞാനിപ്പോ ഒരു ജോലി മാറ്റത്തിന്റെ ഒരു ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അതിനുള്ള സമയമായി എന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു തോന്നലും തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം ആഗ്രഹിക്കുന്ന പോലെ എപ്പോഴും എന്നെ കർത്താവ് ഉള്ളം കയ്യിൽ ഇങ്ങനെ താങ്ങി കൊണ്ടുപോയിട്ടുണ്ട്, ഇനിയും നടത്തും. അതിന് ആ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ല. നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെച്ചാൽ മതി. എല്ലാ ശുശ്രൂഷയ്ക്ക് അനുകൂലമാകണം, അത്രയേ ഉള്ളൂ. ദൈവരാജ്യം കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കൊക്കെ ഈശോയെ കൊടുക്കണം. ഇപ്പോഴുള്ള ഈ ജോലി വളരെ നല്ലതാണ്. ഇതിൽ തന്നെ ഒരു സ്ഥലം മാറി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഒത്തിരിയേറെ മേഖലകളിൽ എനിക്ക് സഹായിക്കണം. പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായി വരുന്ന മെന്റൽ, ഫിനാൻഷ്യൽ, അല്ലെങ്കിൽ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള പല മേഖലയിൽ ഡൊമസ്റ്റിക് കപ്പിൾസ് കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള ആ മേഖലകളിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്ന വഴികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താണോ അനാദിയിലെ ലോകസ്ഥാപനത്തിന് മുമ്പ് ഒരുക്കിയിരിക്കുന്നത് അത് നടക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. അങ്ങനെ ആത്മാവിന്റെ വരങ്ങളുള്ള ജീവിതങ്ങളായിട്ട് മാറണം. പരിശുദ്ധാത്മാവ് നമ്മളെ ആ കാര്യങ്ങളിലൂടെ ഒക്കെ നയിക്കും, അത്ഭുതങ്ങളിലൂടെ നടത്തും. ഞങ്ങള് UK ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വീട്ടിൽ നിർത്തിക്കാനായിട്ട് അവരിങ്ങനെ നിർബന്ധം പിടിച്ചു. അവരുടെ വീട്ടിൽ താമസിക്കണം. അപ്പൊ അച്ഛന്റെ അടുത്ത് താമസിക്കാൻ സ്ഥലമില്ല. അപ്പൊ അച്ഛൻ അവരുടെ അടുത്ത് ഞങ്ങളെ ആക്കി. അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകുന്നു, വരുന്നു, എല്ലാം അവരുടെ പരിമിതമായ സൗകര്യത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ്. അവിടെ ആ ശുശ്രൂഷയുടെ സമയത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മക്കളില്ല, വർഷങ്ങളായിട്ട് മക്കളില്ല. അവർ നാട്ടിൽ പോയി ധ്യാനം കൂടുകയും ട്രീറ്റ്മെന്റ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടും അവർക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ലഭിക്കുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു സന്ദേശം കർത്താവ്, ഒരു ദർശനം കർത്താവ് കാണിക്കുകയാണ്. മാതാവ് ഒരു കുഞ്ഞിനെ ഇവർക്ക് കൊടുക്കുന്നതായിട്ടാണ് ദർശനത്തെ കണ്ടത്. അപ്പൊ ഞങ്ങള് അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടനെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോ അവരോട് ഈ ദർശനം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഒരു 24 മണിക്കൂർ ജപമാല നിങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കണം, ഇങ്ങനെ സന്ദേശം പറഞ്ഞ് ഞങ്ങളങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ടീമിലുള്ളവരൊക്കെ അവരുടെ രാജ്യങ്ങളിലേക്ക് പോയി. ഞാൻ മാത്രം അന്ന് UK ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 24 മണിക്കൂർ, 1 മണിക്കൂർ പോലും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, അപ്പൊ എങ്ങനെ 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ ഞങ്ങളെ വന്ന് സഹായിക്കണം. അപ്പൊ ഞാൻ ഒരു ഡേറ്റ് ഒക്കെ കൊടുത്തു, അങ്ങനെ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ 24 മണിക്കൂർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു കുഞ്ഞിനെ ഉടൻ തന്നെ കൊടുത്തു. പക്ഷെ അവർക്ക് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കുഞ്ഞുണ്ടായി, 1-2 പ്രാവശ്യം കുഞ്ഞുണ്ടായി. പക്ഷെ അവർക്ക് മിസ്കാരേജ് ആയിട്ട് പോവാണ്, കുഞ്ഞിനെ കിട്ടുന്നില്ല. അപ്പൊ അവര് ഒത്തിരി സന്തോഷിച്ചില്ല, കാരണം അവർക്കറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അവര് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്, വേറെ ആരോടും പറഞ്ഞിട്ടില്ല, ഒരു 3 മാസം കഴിഞ്ഞാലേ ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ 3 മാസം. ഞാൻ പറഞ്ഞു, ദൈവം തന്നല്ലേ, പരിശുദ്ധാത്മാവിന് ഒരിക്കലും തെറ്റുപറ്റില്ല, പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തിയത്, മാതാവിന്റെ മാധ്യസ്ഥയിലാണ് നമുക്കത് കിട്ടിയത്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾ വിശ്വസിച്ച് നിൽക്കാൻ പറഞ്ഞു. അവര് വിശ്വസിച്ചു. 3 മാസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഇന്നലെ 3 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ധൈര്യമായി. ഇന്ന് അവർക്ക് 4 പിള്ളേരുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ. ദൈവാനുഗ്രഹം, ദൈവം കനിഞ്ഞു നൽകിയ ദൈവാനുഗ്രഹം, ദൈവകൃപയാൽ നിറച്ച വഴികളാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം.